വാർത്തകളിലേക്ക് വിശദമായി. ഈ വർഷം UAE മുൻഗണന നൽകുന്ന 5 കാര്യങ്ങൾ പ്രഖ്യാപിച്ച് വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഇന്ന് ചേർന്ന ഈ വർഷത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടാണ് മുൻഗണനാ വിഷയങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ദേശീയ ഐഡന്റിറ്റി ഏകീകരിക്കുക, പാരിസ്ഥിതിക സുസ്ഥിരത വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായവും അതിന്റെ ഫലങ്ങളും വികസിപ്പിക്കുക, സ്വദേശിവൽക്കരണം വേഗത്തിലാക്കുക, രാജ്യാന്തര സാമ്പത്തിക പങ്കാളിത്തം വിപുലീകരിക്കുക എന്നിവയ്ക്കാണ് ഈ വർഷം UAE മുൻഗണന നൽകുന്നത്. 2022 രാജ്യത്തിന്റെ പുരോഗതിയെ പ്രശംസിച്ച ഷെയ്ഖ് മുഹമ്മദ് ഈ വർഷം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. സംയോജിത സർക്കാർ സംവിധാനത്തിന്റെ പരിശ്രമങ്ങൾക്കും യുവാക്കളുടെ സംഭാവനയ്ക്കും ഷെയ്ഖ് മുഹമ്മദ് നന്ദി പറഞ്ഞു. 2023 ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണെന്നും അതിൽ നമ്മൾ സ്വയം മത്സരിക്കുകയും സമയത്തോട് മത്സരിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പിന്നീട് ട്വിറ്ററിൽ കുറിച്ചു. അങ്ങനെ രാജ്യം ഒന്നാമത്തേതും മികച്ചതും ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 900-ലധികം തീരുമാനങ്ങളാണ് ക്യാബിനറ്റ് പുറപ്പെടുവിച്ചത്. 22 സർക്കാർ നയങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. 68 ഫെഡറൽ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും പുറപ്പെടുവിക്കുകയും ചെയ്തു. 113 ദേശീയ റെഗുലേഷൻസ് കരട് അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. ന്യൂസ് 18 ദുബായ്. സൗദിയിൽ വിവിധ ഭാഗങ്ങളിൽ വരുന്ന 4 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. അസീർ, ജിസാൻ, നജ്റാൻ, റിയാദ്, കിഴക്കൻ പ്രവിശ്യകളിലാണ് ബുധനാഴ്ച വരെ മഴ സാധ്യതാ മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തബൂക്ക്, അൽ ജൌഫ്, ഉത്തര അതിർത്തി പ്രവിശ്യകളിൽ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. അൽ ഖസീം, റിയാദ്, മക്ക, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് മക്ക, ജുമും, അൽക്കാമിൽ, ബഹ്റ എന്നിവിടങ്ങളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. പുതുവർഷാഘോഷത്തിൽ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ 4 ഗിന്നസ് റെക്കോർഡുകൾ മറികടന്നു. ഡ്രോൺ പറത്തിയും വെടിക്കെട്ട് നടത്തിയുമാണ് ഫെസ്റ്റിവൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചത്. അൽ വാദ്ബയിൽ 1 ദശലക്ഷത്തിലധികം ആളുകൾ സാക്ഷിയായ പുതുവർഷാഘോഷത്തിലാണ് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ പുതിയ റെക്കോർഡുകൾ ഇട്ടത്. 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രകടനത്തിൽ 3000-ലധികം ഡ്രോണുകൾ പറത്തിയതിനാണ് ഒരു റെക്കോർഡ്. 40 മിനിറ്റ് നീണ്ടുനിന്ന വെടിക്കെട്ടും നിലവിലിരുന്ന ഗിന്നസ് റെക്കോർഡ് തകർത്തു. 3 റെക്കോർഡുകളാണ് കരിമരുന്ന് പ്രയോഗം സ്വന്തമാക്കിയത്. 4 റെക്കോർഡുകൾ തകർക്കാൻ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് കഴിഞ്ഞതായി റെക്കോർഡ് അഡ്ജുഡിക്കേറ്റർ അൽ വലീദ് ഉസ്മാൻ സ്ഥിരീകരിച്ചു. വർഷം തോറും തുടർച്ചയായ റെക്കോർഡുകൾ തകർക്കുന്ന സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി ഗിന്നസ് റെക്കോർഡ് അധികൃതർ പറഞ്ഞു. ഫെസ്റ്റിവലിന്റെ സോഷ്യൽ മീഡിയ ചാനലുകളിലും അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങൾ സംപ്രേഷണം ചെയ്തു. ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വിവിധ പവലിയൻ സ്റ്റേജുകളിൽ സാംസ്കാരിക നൃത്തങ്ങളും തത്സമയ സംഗീത അവതരണങ്ങളും ഉണ്ടായിരുന്നു. ന്യൂസ് 18 ദുബായ്. UAEയിൽ പുതുവത്സര രാത്രിയിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത് 21 ലക്ഷം പേർ. 21,66,821 പേർ പൊതുഗതാഗതം ഉപയോഗിച്ചു. മെട്രോയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചതെന്ന് RTA അറിയിച്ചു. 9.58 ലക്ഷം പേരാണ് മെട്രോയുടെ സേവനം ഉപയോഗിച്ചത്. ട്രാമിൽ 49,855 പേർ യാത്ര ചെയ്തു. കഴിഞ്ഞ വർഷം 16,32,552 പേരായിരുന്നു പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത്. UAEയിൽ നിർബന്ധിത തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പിഴ ചുമത്തും. സ്വകാര്യ ഫെഡറൽ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും പ്രവാസികളും മനഃപൂർവ്വമല്ലാത്ത തൊഴിൽ നഷ്ട പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം. അതേസമയം താൽക്കാലിക കരാർ തൊഴിലാളികൾ, നിക്ഷേപകർ, വീട്ടുജോലിക്കാർ, 18 വയസ്സിൽ താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവർ, ജോലിയിൽ നിന്ന് വിരമിച്ചവർ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. 16,000 ദിർഹത്തിൽ താഴെ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാർ പ്രതിമാസം 5 ദിർഹം അല്ലെങ്കിൽ പ്രതിവർഷം 60 ദിർഹം കൂടാതെ വാറ്റ് പ്രീമിയമായി നൽകണം. തുടർച്ചയായ 3 മാസത്തെ തൊഴിൽ നഷ്ടത്തിന് ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 60% നഷ്ടപരിഹാരം നൽകും. 16,000 ദിർഹത്തിന് മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാർ ഈ സ്കീമിന് കീഴിൽ പ്രതിമാസം 10 ദിർഹം അല്ലെങ്കിൽ 120 ദിർഹം വാർഷിക പ്രീമിയം നൽകണം. ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം അബുദാബി യൂണിറ്റ് നൽകുന്ന ഷെയ്ഖ് സായിദ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ അവാർഡ് 17ാം എഡിഷന്റെ ബ്രോഷർ പ്രകാശിപ്പിച്ചു. ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ പ്രകാശനം നിർവഹിച്ചു. അബുദാബിയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ 10ാം ക്ലാസ്സിലും +2വിലും 95%-ലധികം മാർക്ക് വാങ്ങിയ കുട്ടികൾക്കാണ് അവാർഡ് നൽകുന്നത്. ജനുവരി 2ാം വാരത്തിലായിരിക്കും അവാർഡ് വിതരണം.
ബ്രോഷർ പ്രകാശന ചടങ്ങിൽ വീക്ഷണം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് NP മുഹമ്മദ് അലി, CM കരീം, അനീഷ് ചളീക്കർ, അമൽ ലാൽ പാറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. UAE ദിർഹം 22.49 രൂപ, സൗദി റിയാൽ 21 രൂപ 97 പൈസ, കുവൈറ്റി ദിനാർ 269 രൂപ 93 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 68 പൈസ, ഒമാനി റിയാൽ 214 രൂപ 51 പൈസ, ബഹ്റൈൻ ദിനാർ 219 രൂപ. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയിൽ നിയമോപദേശം തേടിയെന്ന് ഗവർണർ. നിയമോപദേശത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം മറുപടി നൽകും. ഈ വിഷയം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. സജി ചെറിയാന്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അന്ന് രാജി അനിവാര്യമായിരുന്നു. ഇപ്പോൾ സാഹചര്യം എങ്ങനെ മാറിയെന്ന് നോക്കുമെന്നും ഗവർണർ പറഞ്ഞു. In normal circumstances, it is, in my opinion, it is essential for the governor to accept the recommendation of the chief minister. But this is not a normal case. He is not being inducted for the same time, for the first time. This is a case which is totally different. The charge against him was that he tried to lower the dignity of the Constitution of India. Now certainly one must, I do not know, I have not made up my mind, I have not seen any paper, but this case is different from normal induction into the cabinet. So I will first look at the papers, ground, how, if there was a case registered against him, at what level he has been exonerated, all these things I will have to see. ശബരിമലയിൽ വെടിമരുന്നിന് തീപിടിച്ച് 3 പേർക്ക് പരിക്ക്. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. കതിനയിൽ വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ദേവസ്വം മന്ത്രി റിപ്പോർട്ട് തേടി. വൈകിട്ട് 5 മണിക്കാണ് ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള വെടിപ്പുരയിൽ കതിന പൊട്ടിത്തെറിച്ച് 3 പേർക്ക് പൊള്ളലേറ്റത്. ചെങ്ങന്നൂർ സ്വദേശികളായ ജയകുമാർ, രജീഷ്, അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആദ്യം സന്നിധാനം ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽ 60% പൊള്ളലേറ്റ ജയകുമാറിന്റെ നില ഗുരുതരമാണ്. സംഭവത്തിൽ ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടം നടന്ന ഉടൻ തന്നെ ഫയർഫോഴ്സും NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം നടന്ന അപകടം ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ന്യൂസ് 18 സന്നിധാനം. ഡൽഹി നായർ പരാമർശം പിൻവലിച്ചും ശശി തരൂരിനെ പുകഴ്ത്തിയും NSS. തരൂർ കേരളപുത്രനാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മന്നം ജയന്തി സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു നായർക്ക് മറ്റൊരു നായരെ ഇഷ്ടമാകാത്ത അവസ്ഥ തനിക്ക് കോൺഗ്രസിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശിനെ ഉന്നം വെച്ച് തരൂർ തുറന്നടിച്ചു. NSS വേദിയിലെത്തിക്കുക മാത്രമല്ല, തരൂരിനോടുള്ള നിലപാട് തിരുത്തി പ്രഖ്യാപിക്കുകയായിരുന്നു G. സുകുമാരൻ നായർ. തരൂരിനെ വാനോളം പുകഴ്ത്തിയ സുകുമാരൻ നായർ മുൻപ് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും പരസ്യമായി പറഞ്ഞു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആ തെറ്റ് തിരുത്താനും കൂടിയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഡൽഹി നായരല്ല, കേരളപുത്രനാണ്, വിശ്വപൗരനാണ്. മന്നത്ത് പത്മനാഭനെയും G. സുകുമാരൻ നായരെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രസംഗം. ഇടയ്ക്ക് മന്നത്തിന്റെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരോക്ഷമായി ഉന്നം വെക്കാനും തരൂർ തയ്യാറായി. ഒരു നായക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു 10-80 വർഷം മുമ്പാണ്, അല്ല 100 വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് തരൂർ വിശദീകരിച്ചു. അല്ല, ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്ന് പറയണ്ട. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ വാചകം മന്നത്തിന് ഞാൻ കോട്ട് ചെയ്തു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരുന്നു. അപ്പൊ അത് ആ അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് പറയായിരുന്നില്ല. NSS ആസ്ഥാനത്തെത്തിയ ശശി തരൂരിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്.
കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സദസ്സിലിരിക്കെയാണ് തരൂർ പ്രസംഗിച്ചത്. മാധ്യമങ്ങൾ എത്തും മുൻപേ രാവിലെ 8 മണിയോടെ രമേശ് ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങി. NSSന് രാഷ്ട്രീയമായി തരൂരിലാണിനി പ്രതീക്ഷ എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തവണത്തെ മന്നം ജയന്തി. ന്യൂസ് 18 കോട്ടയം. മുസ്ലിം ലീഗ് വിളിച്ച സമുദായ സംഘടനകളുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് സമ്മേളനത്തിൽ നിന്ന് പാണക്കാട് കുടുംബത്തെ വിലക്കിയ സമസ്തയ്ക്കുള്ള മറുപടിയാണ് ബഹിഷ്കരണമെന്ന് KNM നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ മറ്റു പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് സമ്മേളനത്തിനെത്താനായില്ലെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മറുപടി. KNM ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാനും മുസ്ലിം ലീഗ് അധ്യക്ഷൻ തയ്യാറായില്ല. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ച പാണക്കാട് കുടുംബത്തിനും അവരെ വിലക്കിയ സമസ്ത നേതൃത്വത്തിനും അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് KNM. ഏക സിവിൽ കോഡ്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നിവ ചർച്ച ചെയ്യാൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ വിളിച്ച യോഗത്തിൽ മുജാഹിദ് നേതാക്കൾ പങ്കെടുത്തില്ല. സമസ്ത വിലക്കിനെ തുടർന്ന് പാണക്കാട് കുടുംബം സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന്റെ തുടർച്ചയായിരുന്നു കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മുജാഹിദ് നേതാക്കളുടെ തീരുമാനവും. മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും സമസ്ത നിയന്ത്രിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കളായതുകൊണ്ടാണ് പാണക്കാട് കുടുംബത്തെ ക്ഷണിച്ചതെന്ന് KNM സെക്രട്ടറി അബ്ദുൽ മജീദ് സൊലാഹി വ്യക്തമാക്കി. പാണക്കാട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എത്രകാലം സമസ്ത മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ചോദിച്ചു. സമ്മേളനത്തിലും സമസ്തക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ദുർവാശിയുടെ ദുഷാഢ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാഞ്ഞതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചു. ഞാൻ നേരത്തെ ഏറ്റ പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുള്ളതുകൊണ്ട് അങ്ങനെ അത് അവരുമായി സംസാരിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറായില്ല. സമസ്തയോടാണ് പ്രശ്നമെന്ന് KNM വിശദീകരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണം ആർക്കെന്ന ചോദ്യം കൂടി ഈ വിവാദത്തിനൊപ്പം ഉയരുന്നുണ്ട്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. നോട്ട് നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ച് സുപ്രീംകോടതി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാർ വിധിച്ചു. ഉത്തരവ് നിയമവിരുദ്ധമെന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നവിധി. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയല്ല, നിയമനിർമ്മാണമാണ് വേണ്ടിയിരുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണ്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള 58 ഹർജികളാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തീർപ്പാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്നും അതിനാൽ തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് BR ഗവായ് വിധിച്ചു. സാമ്പത്തിക വിഷയങ്ങളിൽ അധികാരം സർക്കാരിനാണ്. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാം. കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു. നിരോധനം ലക്ഷ്യം കണ്ടോ എന്ന് പ്രസക്തമല്ലെന്നും അസാധുവായ നോട്ടുകൾ മാറ്റാൻ ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ഗവായ്. ഭരണഘടനാ ബെഞ്ചിലെ മറ്റംഗങ്ങളായ ജസ്റ്റിസ് S അബ്ദുൽ നസീർ, AS ബൊപ്പണ്ണ, V രാമസുബ്രഹ്മണ്യൻ എന്നിവരും കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചു. എന്നാൽ ഭിന്ന വിധിയായിരുന്നു ജസ്റ്റിസ് BV നാഗരത്നയുടേത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല നോട്ട് നിരോധനം. 24 മണിക്കൂറിനുള്ളിലാണ് തീരുമാനമുണ്ടായത്. റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് സർക്കാരിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു നിരോധനം. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നിരോധനം നടപ്പാക്കാനാകില്ലെന്നും നിയമനിർമ്മാണം വേണമായിരുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് യാത്ര ആരംഭിക്കുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് പരിശോധന നടത്തേണ്ടത്. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. കോവിഡ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകി. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്, വിവാദമല്ല അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. നേരെ തിരിച്ചാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതിന് നേരെ തിരിച്ചാണ്. ശങ്കരമോഹൻ പറഞ്ഞു ഞങ്ങൾ 50 ആക്കിയിട്ട് കുറച്ചുകൂടെ കുട്ടികൾ എടുക്കാൻ നോക്കും. 50 ആക്കിയപ്പോൾ 2 കുട്ടികൾ വന്നു, അങ്ങനെ 6 പേരായി. അപ്പം നോക്കിയപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെയും കുറച്ചു. പിന്നെയും നമുക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് 45 ആക്കി. അതിലും വന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പിന്നെ LBSകാർക്ക് പറയാമായിരുന്നു, ഇതിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരാളിനെ എടുക്കണമെന്ന് അവർ പറയാമായിരുന്നു. അവർ പറഞ്ഞില്ല.
LBS ആണ് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അല്ല, ഇവർക്കറിയാൻ വയ്യ. ഈ ഇരുന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോ സ്പെഷ്യലിസ്റ്റിനോ ഒന്നും ഈ ഇതിന്റെ ഒരു സിസ്റ്റം അറിഞ്ഞുകൂടാ. ഹരിവരാസനം പാടി ശബരിമലയിൽ നടയടയ്ക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്.